എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പ്രധാനമായും പറയാൻ പോകുന്നത് ഒരു വ്യവസായ സ്ഥാപനത്തിൽ ഉള്ള അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുവാൻ വേണ്ടി ഉള്ള രണ്ട് തരത്തിലുള്ള തൊഴിലിനെ കുറിച്ചാണ്. അതിലൊന്ന് സെയിൽസ് എക്സിക്യൂട്ടീവ്, രണ്ടാമത്തത് കമ്മീഷൻ ഏജൻറ്റ് അഥവാ ചാനൽ പാർട്ണർ എന്നും പറയാം. ഇവ രണ്ടിനെ കുറിച്ചുമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അയാൾ ആ കമ്പനിയുടെ സ്ഥിരം സ്റ്റാഫായിരിക്കും. അയാൾക്ക് വേണ്ടുന്ന എല്ലാ ചിലവുകളും കമ്പനി വഹിക്കും. അലവൻസ് ആയാലും മറ്റുള്ള യാത്രാ ചിലവായാലും എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെ അവരുടെ ബിസിനസ്സിന് വേണ്ടി ചിലവാക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കമ്പനി അയാൾക്കൊരു ടാർഗറ്റ് കൊടുക്കും. മാസം ഇത്ര ബിസിനസ് ചെയ്യണമെന്ന് പറയും. അത് ചിലപ്പോൾ 5 ലക്ഷമാവാം, ചിലപ്പോൾ 10 ലക്ഷമാവാം. അങ്ങനെ കമ്പനിക്കൊരു പോളിസി ഉണ്ടാവും. അതുപ്രകാരം അവർ ഇത്ര ബിസിനസ് ചെയ്യണമെന്ന് പറയും മാസം. അത് ആ സെയിൽസ് എക്സിക്യൂട്ടീവ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഒരു കമ്മീഷൻ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് യാതൊരു ചിലവും കമ്പനി വഹിക്കുകയില്ല. അതുപോലെ തന്നെ ആ കമ്പനി പറയുക, നിങ്ങൾ മാസം അല്ലെങ്കിൽ വർഷം ഇത്ര ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ബിസിനസ്സിൻ്റെ ഒരു ഇത്ര ശതമാനം കമ്മീഷനായി തരാം എന്നായിരിക്കും പറയുന്നത്. അത് ചിലപ്പം ആകെ സെയിൽസിന് 2% ചിലപ്പോൾ 5% ഇങ്ങനെയാണ് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവും ഒരു കമ്മീഷൻ ഏജൻറ്റും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. കമ്മീഷൻ ഏജൻറ്റിന് എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാം. കസ്റ്റമറെ കണ്ട് ഓർഡർ പിടിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെയാണ് സെയിൽസ് എക്സിക്യൂട്ടീവിനും. പക്ഷേ അത് കമ്പനി പറയുന്ന റൂൾ പ്രകാരമേ അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവും കമ്മീഷൻ ഏജൻറ്റും തമ്മിലുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.